Welcome back to Milestone Mummies. Today we are discussing the operators plus plus and minus minus. They are known as increment and decrement operators. See, plus plus. This is known as increment operator. Example, x plus plus. X ഒരു വേരിയബിൾ ആണ്. x plus plus എന്ന് വെച്ചാൽ അതിൻ്റെ മീനിങ് എക്സിനുള്ള വാല്യൂവിനോട് ഒന്ന് കൂട്ടുക. Minus minus, that is decrement operator. Example, y minus minus. That means already y-ക്കകത്തുള്ള ഒരു വാല്യൂവിൽ നിന്ന് ഒരു വാല്യൂ കുറയ്ക്കുക. Now, this plus plus and minus minus again classified into prefix and postfix operators. Let us discuss. Prefix and postfix operators എന്താ നമുക്ക് നോക്കാം. നമുക്കറിയാം, here y is a variable. y ഒരു വേരിയബിൾ ആണെന്നറിയാമല്ലോ. ഇനിഷ്യലി y is assigned a value 5. y equal to 5 എന്ന് വെച്ചാൽ yക്കകത്ത് മെമ്മറിക്കകത്ത് 5 എന്നുള്ള വാല്യൂ ഉണ്ട്. ഇത് വെച്ചുകൊണ്ട് പ്രീഫിക്സ് ആൻഡ് പോസ്റ്റ്ഫിക്സ് എക്സ്പ്രഷൻ നമുക്ക് നോക്കാം. പ്രീഫിക്സ് x equal to പ്ലസ് പ്ലസ് y എന്ന് വെച്ചാൽ അതിൻ്റെ മീനിങ് നോക്കുക, ഇതൊരു പ്രീഫിക്സ് ഓപ്പറേറ്റർ ആണ്. x equal to plus plus y എന്ന് പറയുന്ന ഒരു പ്രീഫിക്സ് ഓപ്പറേറ്റർ ആണ്. ദാറ്റ് മീൻസ് പ്രീഫിക്സ് ഓപ്പറേറ്റേഴ്സ് ആർ ദോസ് that appear before their operand. ഇവിടെ ഓപ്പറൻഡ് ഏതാണ്? വൈക്ക് മുന്നേ അപ്പിയർ ചെയ്യുന്ന ഓപ്പറേറ്റർ, അതാണ് പ്രീഫിക്സ് പ്ലസ് പ്ലസ്. ഇവിടെ നോക്കാം, y ഇനിഷ്യലി 5 ആണ്. പ്ലസ് പ്ലസ് y എന്ന് പറയുമ്പോൾ എന്താണ്? വൈനോട് ഒന്ന് കൂട്ടുക എന്നുള്ള മീനിങ് അല്ലേ? അപ്പം y equal to y plus 1 6. ഈ കേസിൽ പ്രീഫിക്സിന്റെ കേസിൽ ഇത് കറക്റ്റ് ആണ്, ശരിയാണ്. ബട്ട് പോസ്റ്റ്ഫിക്സ് എക്സ്പ്രഷൻ നോക്കുക, ദാറ്റ് ഈസ് ഓപ്പറേറ്റർ കംസ് ആഫ്റ്റർ ദി ഓപ്പറൻഡ്, ബിഫോർ അല്ല ആഫ്റ്റർ ദി ഓപ്പറൻഡ്. ഇതാണ് പോസ്റ്റ്ഫിക്സ്. നോക്കുക, എക്സ് ഈക്വൽ ടു വൈ പ്ലസ് പ്ലസ്. ഇവിടെ പോസ്റ്റ്ഫിക്സ് എക്സ്പ്രഷന്റെ മീനിങ് എന്താണെന്ന് ചോദിച്ചാൽ, ഇനിഷ്യലി ഏത് വാല്യൂ ആണോ വൈക്കുള്ളത് അത് അസൈൻ ചെയ്യും എക്സിലേക്ക്, ദെൻ മെമ്മറിക്കകത്ത് അത് ഇൻക്രിമെന്റ് ചെയ്യാന്നാണ് പോസ്റ്റ്ഫിക്സിന്റെ മീനിങ്. നോക്കുക, y പ്ലസ് 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 എന്ന് വെച്ചാൽ y ഈക്വൽ ടു y പ്ലസ് 1. അതായത് ഇനിഷ്യലി 5 ആയിരുന്നു, പക്ഷെ അത് 6 ആകും. ബട്ട് 6 ആക്കി മെമ്മറിയിൽ അപ്ഡേറ്റ് ചെയ്യുന്നതിന് മുന്നേ യൂസ് ദെൻ ഇൻക്രിമെന്റ് എന്നാണ് പോസ്റ്റ്ഫിക്സ് എക്സ്പ്രഷന്റെ മീനിങ്. അതേസമയം പ്രീഫിക്സിന്റെ മീനിങ് എന്ന് വെച്ചാൽ അപ്ഡേറ്റ്, ഫസ്റ്റ് അപ്ഡേറ്റ് ചെയ്യുക ദെൻ യൂസ് എന്നുള്ളത്. അതായത് മെമ്മറിക്കകത്ത് ആദ്യമേ ഇൻക്രിമെന്റ് ചെയ്യുക എന്നിട്ട് വേരിയബിളിന് വാല്യൂ കൊടുക്കുക എന്നുള്ളത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഫസ്റ്റ് പോസ്റ്റ്ഫിക്സ് എക്സ്പ്രഷന്റെ കേസിൽ ഫസ്റ്റ് യൂസ് ദെൻ അപ്ഡേറ്റ് എന്നുള്ളതാണ്. സോ ഈ മെമ്മറിക്കകത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് വൈയുടെ വാല്യൂ 6 ആവുന്നുണ്ട് എങ്കിൽ പോലും ഇവിടെ യൂസ് ചെയ്യുക എന്നുള്ള കൺസെപ്റ്റ് ആണ് ആദ്യം വരുന്നത്. y പ്ലസ് പ്ലസ് എന്ന് പറയുമ്പോൾ വൈയുടെ വാല്യൂ 5 ആണ് എക്സിലേക്ക് അസൈൻ ചെയ്യുന്നത്. ഈ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം മെമ്മറിക്കകത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് വൈയുടെ വാല്യൂ 6 ആവുകയും ചെയ്യും. നമുക്കൊരു സാമ്പിൾ കോഡ് നോക്കാം. C++നകത്ത് ഇൻറ്റ് a ഈക്വൽ ടു 5 എന്നൊരു ഡിക്ലറേഷൻ ഉണ്ട്. എന്ന് വെച്ചാൽ എക്ക് 5 എന്നുള്ള വാല്യൂ അസൈൻ ചെയ്തേക്കും. അപ്പോൾ ഈ സമയത്ത് കമ്പ്യൂട്ടറിൻ്റെ മെമ്മറിയിൽ ഇതുണ്ട്, ഇവിടെ എ ഉണ്ട്, എക്ക് 5 എന്നുള്ള വാല്യൂ ആയിരിക്കും റിസർവ് ചെയ്തേക്കുന്നത്. നമ്മളിവിടെ സി ഔട്ട് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുകയാണ്. സി ഔട്ട് എ പ്ലസ് പ്ലസ് ഇങ്ങനെയൊരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുമ്പോൾ ഇത് പ്രിഫിക്സ് ആണോ പോസ്റ്റ്ഫിക്സ് ആണോ? ഇവിടെ ഓപ്പറൻറ്റ് കഴിഞ്ഞാണോ ഓപ്പറേറ്റേഴ്സ് വന്നേക്കുന്നത്. സോ ഇത് പോസ്റ്റ്ഫിക്സ് എക്സ്പ്രഷൻ ആണ്. അപ്പോൾ പോസ്റ്റ്ഫിക്സ് എക്സ്പ്രഷൻ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ മീനിങ് എന്താണെന്ന് ചോദിച്ചാൽ ഫസ്റ്റ് യൂസ് ചെയ്യുക ദെൻ ഇൻക്രിമെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ എയുടെ വാല്യൂ 5 തന്നെയായിരിക്കും. മെമ്മറിക്കകത്ത് സി ഔട്ട് എ പ്ലസ് പ്ലസ് എന്ന് പറഞ്ഞാലും ഈ 5 എന്നുള്ള വാല്യൂ യൂസ് ചെയ്യുക മാത്രമായിരിക്കും ഇവിടെ കിട്ടുന്നത്. അപ്പം ഇതിൻ്റെ ഔട്ട്പുട്ട് കറൻ്റായിട്ട് ഡിസ്പ്ലേ ചെയ്യുന്നത് 5 തന്നെയായിരിക്കും, 6 അല്ല. പക്ഷെ അറ്റ് ദാറ്റ് ടൈം ഈ സെമിക്കോളൻ ഇട്ട് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം മെമ്മറിക്കകത്ത് ഓട്ടോമാറ്റിക്കലി 5 എന്നുള്ളത് 6 ആവുന്നുണ്ട്. 5 എന്നുള്ളത് എയുടെ വാല്യൂ 6 ആവുന്നുണ്ട്. പക്ഷേ ഇവിടെ ഔട്ട്പുട്ട് സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യുന്നത് എക്ക് 5 മാത്രമായിരിക്കും. കാരണം പോസ്റ്റ്ഫിക്സ് എക്സ്പ്രഷൻ്റെ റൂൾ അനുസരിച്ച് ഫസ്റ്റ് വാല്യൂ യൂസ് ചെയ്യുക ദെൻ ഇൻക്രിമെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് മീനിങ്. ഇനി ഇതിൻ്റെ മെമ്മറിക്കകത്തുള്ള വാല്യൂ 6 ആണെന്നുള്ളത് അറിയുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മൾ സി ഔട്ട് എന്ന് അടിക്കുമ്പോഴാണ് മെമ്മറിക്കകത്തെ 6 എന്നുള്ള വാല്യൂ ഔട്ട്പുട്ടിൽ ഡിസ്പ്ലേ ആവത്തുള്ളൂ. ഇതാണ് പോസ്റ്റ്ഫിക്സ് എക്സ്പ്രഷൻ്റെ റിസൾട്ട്. മെമ്മറിക്കകത്ത് എന്തുണ്ട്? എയുടെ വാല്യൂ 6. സപ്പോസ് നമ്മൾ ഇതിനെ ഒരു
പ്രീഫിക്സ് എക്സ്പ്രഷൻ കൊടുക്കുകയാണ്, ദാറ്റ് ഈസ് പ്ലസ് പ്ലസ് എ, സി ഔട്ട് പ്ലസ് പ്ലസ് എ എന്ന് കൊടുത്താൽ ഇതിൻ്റെ മീനിങ് എന്താണ്? ഔട്ട്പുട്ട് ഡിസ്പ്ലേ ചെയ്യുന്നത് എയുടെ വാല്യൂ കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് ഓൾറെഡി ഇപ്പോൾ നേരത്തെ 6 ആയിരുന്നു, പ്ലസ് പ്ലസ് എന്ന് പറയുമ്പോൾ 7 എന്ന് ഓട്ടോമാറ്റിക്കലി തന്നെ അത് എയുടെ വാല്യൂ 7 എന്ന് വരും. ഇപ്പോൾ എന്തുകൊണ്ടാണ് പ്ലസ് പ്ലസ് എന്ന് കൊടുത്തപ്പോൾ എയുടെ വാല്യൂ ഓട്ടോമാറ്റിക്കായി 6ൽ നിന്ന് 7ലേക്ക് ആയത്? കാരണം ഇത് പ്ലസ് പ്ലസ് എ ആണ്, പ്രീഫിക്സ് ഓപ്പറേറ്ററാണ്. പ്രീഫിക്സ് ഓപ്പറേറ്ററിൻ്റെ റൂൾ അനുസരിച്ച് ഫസ്റ്റ് ഇൻക്രിമെൻറ്റ് ചെയ്യുക ദെൻ യൂസ് ചെയ്യാമെന്നാണ്. സോ അതുകൊണ്ട് മെമ്മറിക്കകത്ത് നമുക്ക് നോക്കുമ്പോൾ അറിയാം ഓട്ടോമാറ്റിക്കായി 6 എന്നുള്ളത് 7 എന്ന് ആദ്യം ആയി, എന്നിട്ട് യൂസ് ചെയ്യാന്നുള്ളത്. അപ്പോൾ ഇനി സി ഔട്ട് എന്ന് കൊടുക്കുമ്പോൾ ആൻസർ എന്ത് തന്നെയാണ്? സി ഔട്ട് എന്ന് കൊടുക്കുമ്പോൾ ആൻസർ 7 തന്നെ, ഓൾറെഡി ഇൻക്രിമെൻറ്റഡ് ആയി 7 ആണ് ആൻസർ. Let us discuss an example of decrement operator minus minus a. ഇവിടെ നോക്കുക, മൈനസ് മൈനസ് എ ഉണ്ട്, എ മൈനസ് മൈനസ് ഉണ്ട്. ഇതിൽ ഏതാണ് പ്രീഫിക്സ്, ഏതാണ് പോസ്റ്റ്ഫിക്സ്? മൈനസ് മൈനസ് എ എന്ന് പറയുന്നത് പ്രീഫിക്സ്, കാരണം ഓപ്പറേറ്റർ ആദ്യം വന്നു, ഓപ്പറൻറ്റ് ലാസ്റ്റ്. എ മൈനസ് മൈനസ് എന്ന് പറഞ്ഞാൽ പോസ്റ്റ്ഫിക്സ്, അതായത് ഓപ്പറൻറ്റ് ഫസ്റ്റ്, ഓപ്പറേറ്റർ ലാസ്റ്റ്. ഇനി നമുക്ക് ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. ഇൻ്റെ എ ഈക്വൽ ടു 5 നോക്കുക, കമ്പ്യൂട്ടർ മെമ്മറിക്കകത്ത് എയ്ക്ക് 5 എന്നുള്ള വാല്യൂ അസൈൻ ചെയ്തേക്കുന്നു. നെക്സ്റ്റ് സി ഔട്ട് മൈനസ് മൈനസ് എ, ഇത് ഡിക്രിമെൻ്റ് ഓപ്പറേഷൻ ആണല്ലോ, ദാറ്റ് മീൻസ് 5 ഈക്വൽ ടു 5 മൈനസ് 1 4. ഇതിവിടെ ഡയറക്റ്റ് ആയിട്ട് 5 മൈനസ് 1 4 ആദ്യം ചെയ്യും. അപ്പോൾ എയുടെ വാല്യൂ മെമ്മറിക്കകത്ത് ഓട്ടോമാറ്റിക്കലി 4 ആവുകയും ചെയ്യും. പ്ലസ് നമ്മൾ സി ഔട്ട് എ മൈനസ് മൈനസ് എന്ന് പറയുമ്പോഴും ഡിസ്പ്ലേ ചെയ്യുന്ന റിസൾട്ട് 4 ആയിരിക്കും. സി ഔട്ട് എ ഇനി കൊടുത്താലും മെമ്മറിക്കകത്ത് എന്താണ്? 4 ആണ്, 4 എന്ന് തന്നെ ഡിസ്പ്ലേ ചെയ്യും. ബട്ട് നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് സി ഔട്ട് എ മൈനസ് മൈനസ്, എ മൈനസ് മൈനസ് എന്ന് വെച്ചാൽ പോസ്റ്റ്ഫിക്സ് എക്സ്പ്രഷനാണ്. അതുകൊണ്ട് അതിൻ്റെ റൂൾ അനുസരിച്ച് ഫസ്റ്റ് യൂസ് ചെയ്യുക ദെൻ ഡിക്രിമെൻറ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പം എയുടെ വാല്യൂ ഇപ്പോൾ കറണ്ട് ആയിട്ട് എന്തുണ്ട്? 4 ഉണ്ട്. അപ്പം അത് മാത്രമായിരിക്കും ഇവിടെ പ്രിൻറ്റ് ചെയ്യുന്നത്. അറ്റ് ദി സെയിം ടൈം ആഫ്റ്റർ ദിസ് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂഷൻ മെമ്മറിക്കകത്ത് ഓട്ടോമാറ്റിക്കായിട്ടുള്ള അത് എന്താവുന്നുണ്ട്? 3 ആവുന്നുണ്ട്. കാരണം എന്താ? ഡിക്രിമെൻ്റ് ആണ് എ മൈനസ് മൈനസ് എന്ന് വെച്ചാൽ, പക്ഷേ ഇത് പോസ്റ്റ്ഫിക്സ് ആയതുകൊണ്ട് ഫസ്റ്റ് യൂസ് ചെയ്യുക ദെൻ ഡിക്രിമെൻറ്റ് ചെയ്യുക എന്നാണ് ഇതിൻ്റെ മീനിങ്. നമ്മൾ C++ലാണ്, സിക്കും C++, ജാവ അങ്ങനെയുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലാണ് നമ്മൾ ഇൻക്രിമെൻ്റ് ഓപ്പറേറ്റേഴ്സ്, ഡിക്രിമെൻ്റ് ഓപ്പറേറ്റേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്നത്. ദെൻ പൈതണിനകത്ത് നമ്മൾ എ പ്ലസ് ഈക്വൽ ടു 1 ഇങ്ങനെയുള്ള അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് കൂടുതലും പൈതണിൽ സപ്പോർട്ട് ചെയ്യുന്നത്. ഇൻക്രിമെൻറ്റും ഡിക്രിമെൻറ്റിനും പകരം എ ഈക്വൽ ടു എ പ്ലസ് 1 ഇങ്ങനെയുള്ള അസൈൻമെൻ്റ് ആണ് പൈതൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ യൂസ് ചെയ്യുന്നത്. തെന്നലും മകളെയോ കുഞ്ഞു തുമ്പി തമ്പുരു മീട്ടിയോ ഉള്ളിലെ മാമയിൽ നീലപ്പീലി